ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. അയോധ്യയിൽ ദശരഥ മഹാരാജാവിൻ്റെ ദേഹവിയോഗം കാരണം പ്രജകളെല്ലാം ദുഃഖത്തിലാണ്. രാജ്യത്തെ പരിപാലിക്കുന്നതിൽ ഏറ്റവും മികച്ച രീതിയിൽ കാര്യങ്ങൾ കൊണ്ടു നടന്ന ഒരു രാജാവിനെ, പ്രജകളെ ജീവനതുല്യം സ്നേഹിച്ച ഒരു രാജാവിനെ അവർക്ക് നഷ്ടമായിരിക്കുന്നു. അയോധ്യയിലെ ജീവിതം വളരെ മികച്ച ഒന്നായിരുന്നു. ഇല്ലായ്മ എന്നത് അയോധ്യയിൽ ആർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എങ്ങും സമൃദ്ധിയുടെ അവസരമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അങ്ങനെയുള്ള ഒരു ഭരണം കാഴ്ചവെച്ച രാജാവ് നഷ്ടമായി കഴിഞ്ഞാൽ പ്രജകൾ അതെങ്ങനെയാണ് സഹിക്കുക? ഏതായാലും ദേഹവിയോഗം അതെല്ലാവർക്കും ഉള്ളതാണ്. രാജാവിനും ഏറ്റവും ദാരിദ്ര്യ അവസ്ഥയിലുള്ള ഒരാൾക്കും ഒക്കെ ദേഹവിയോഗം സാധാരണമാണ്. ജനിച്ചാൽ മരണം എല്ലാവർക്കുമുണ്ട് എന്നറിഞ്ഞുകൊണ്ട് ജീവിക്കുക, അതാണ് മനസ്സമാധാനത്തിനുള്ള ഏക വഴി. പക്ഷേ പ്രിയപ്പെട്ടവർക്കൊക്കെ ദേഹവിയോഗം വലിയ ദുഃഖം സമ്മാനിക്കും. ഭരതൻ വലിയ ദുഃഖത്തിലാണ്. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും മിത്രഭൃത്യാമാത്യ സോദരോപാധ്യായ യുക്തനായോരു ഭരതകുമാരനും താതശരീരമെണ്ണത്തോണി തന്നിൽ നിന്നാദരപൂർവമെടുത്തു നീരാടിച്ചു ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര്യ സംയുതം ദത്വാ തിലോദകം ദ്വാദശവാത്സരേ ഭക്ത്യാ കഴിച്ചിതു പിണ്ടവുമാദരൽ. വേദപാരായണന്മരം ദ്വിജാവലിക്കോദന ഗോധനഗ്രാമരത്നാംബരം ഭൂഷണലേപന താംബൂലപൂഗങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സസോദരം വീണു നമസ്കരിച്ചാശീർവചനമാ ദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചനുദിനം മാനവവീരനായൊരു ഭരതനും സാനുജനായി വസിച്ചിടിനാനദ്ദിനം നാനാസുഹൃജ്ജനത്തോടു മനാകുലം. തത്ര വസിഷ്ഠമുനീന്ദ്രൻ മുനികുലസത്തമന്മാരുമായി വന്നു സഭാന്തികേ അർണോരുഹാസന സന്നിഭനാം മുനി സ്വർണാസനേ മരുവീടിനാനാദരാൽ. ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരം അവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ. കുമ്പിട്ടു നിന്ന ഭരതകുമാരനോടംഭോജ സംഭവനന്ദനൻ ചൊല്ലിനാൻ. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാൻ ആശു ചൊല്ലിടുവൻ. സത്യസന്ധൻ തവതാതൻ ദശരഥൻ പൃഥ്വീതലം നിനക്കദ്യ നൽകിയിടിനാൻ. പുത്രാഭ്യുദയാർത്ഥമേഷ കൈകേയിക്കു ദത്തമായോരു വരദ്വയം കാരണം. മന്ത്രപൂർവമഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടു മൻപോടു ചെയ്തിടുവൻ. രാജ്യമരാജകമാം ഭവാനാലിനി ത്യാജ്യമല്ലെന്നു ധരിക്ക കുമാരനീ. താതനിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ലായിലേവനും. ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠമുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും.
ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല. അയോധ്യ അനാഥമായി പോകരുത്. വനത്തിൽ പോയ രാമനെ കാത്തു നിന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഭരണം ഏറ്റെടുക്കണമെന്ന് വസിഷ്ഠമുനി ഭരതനോട് പറയുകയാണ്. ഭ്രാതൃസ്നേഹത്തിൻ്റെ ആരാധനയുടെ ഉന്നത ശൃംഗങ്ങളിൽ നിൽക്കുന്ന ഭരതനെ സംബന്ധിച്ചിടത്തോളം ജ്യേഷ്ഠനായ രാമനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാജപദം വേണ്ട. അങ്ങനെയൊരു സിംഹാസനത്തിൽ ഇരിക്കാൻ ഭരതൻ ഒരിക്കലും തയ്യാറല്ല. ഭാരതവർഷത്തിലെ ഈ ഒരു ഭ്രാതൃസ്നേഹം ലോകത്തിൽ മറ്റെവിടെയും കാണാൻ സാധിക്കുകയില്ല എന്ന് പറയാതെ വയ്യ. നമുക്ക് നോക്കാം എന്താണ് ഭരതൻ്റെ മറുപടി. ഇന്നടിയന്നു രാജ്യം കൊണ്ടു കിം ഫലം. എനിക്കെന്തിനാണ് ഈ രാജ്യം? ഇന്നടിയന്നു രാജ്യം കൊണ്ടു കിം ഫലം, മന്നവനാകുന്നതും മമ പൂർവജൻ. ഞങ്ങൾ അവനുടെ കിങ്കരന്മാരത്രേ, നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ, നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതീ ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനതേർക്കാലാൽ കുതിരപ്പടയോടും ആനകശംഖപടഹവാദ്യത്തോടും സോദര ഭൂസുര താപസ സാമന്തമേദിനി പാലക വൈശ്യ ശൂദ്രാദിയും സാദരമാശു കൈകേയിയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. സ്വന്തം അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട്, ഈ അനിഷ്ടത്തിന് കാരണമായ കൈകേയിയെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റെല്ലാ സജ്ജനങ്ങളെയും കൊണ്ട് കാട്ടിലേക്ക് പോകാനും രാമകുമാരനെ തിരിച്ചു കൊണ്ടുവരാനുമാണ് ഭരതൻ ആലോചിക്കുന്നത്. ഇങ്ങനെ ഒരു സാഹോദര്യം നമുക്കെവിടെ കാണാൻ കഴിയും? രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവുമാലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജട പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നു നന്നെന്നു ചൊല്ലിടിനാൻ. ചിത്തേ നിനക്കിതു തോന്നിയതത്ഭുതം, ഉത്തമന്മാരിൽ ഉത്തമോത്തമനെടോ. സാധുക്കളേവും പുകഴ്ത്തുന്നതു നേരമാദിത്യദേവനുദിച്ചു. ഭരതനും ശത്രുഘ്നനോടുകൂടെ പുറപ്പെട്ടിതു തത്ര സുമന്ത്രനിയോഗേന സൈന്യവും. സത്വരം രാമനെ കാൺമാൻ നടന്നിതു ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും. രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാഗ്യ പുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നു നിന്നു പെരുമ്പടാ. കേകയപുത്രീ സുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹൻ തഥാ ശങ്കിതമാനസനായി വന്നു തന്നുടെ കിങ്കരന്മാരോടു ചൊന്നാനതു നേരം. ഭരതനും വലിയ പടയും ഗംഗയുടെ മറുകരയ്ക്ക് എത്തിയത് കണ്ടപ്പോൾ ഗുഹന് സംശയമായി. ഇത് വല്ല യുദ്ധത്തിനുള്ള പുറപ്പാടാണോ? ഏതായാലും അന്വേഷിക്കണം. അതിനായി ഗുഹനൊരു സേവകനെ അയക്കുകയാണ്. ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും. ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതെ. അന്തികെ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതം അറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം
കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവെച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ചിരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവരസോദരം സാനുജം മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു. ഗുഹോഹമിത്യുക്ത്വാ പ്രണാമവും ചെയ്തു ഭരതനുമന്നേരം. ഉത്ഥാപ്യ ഗാഠമാലിംഗ്യ രഘുനാഥഭക്തം വയസ്യമനാമയ വാക്യവും ഉക്ത്വാ ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ. ഉത്തമ പുരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ. ലോകാലംബനഭൂതനാകിയ രാഘവൻ ലക്ഷ്മീ ഭഗവതീ ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ. ഭരതൻ്റെ കാൽക്കൽ വീണ് നമിച്ച ഗുഹനോട് ഭരതൻ പറയുന്ന വാക്കുകളാണിത്. നീ എത്ര ഭാഗ്യവാനാണ് ഗുഹ. സാക്ഷാൽ ലക്ഷ്മീപതിക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യം അങ്ങേക്ക് സാധിച്ചിരിക്കുന്നു. ശ്രീരാമചന്ദ്രൻ അങ്ങയെ ആലിംഗനം ചെയ്തിരിക്കുന്നു. ഇതിൽ പരം ഭാഗ്യം സൗഭാഗ്യം എന്തുണ്ട്? ജീവിതം കൈവല്യം പ്രാപിച്ചില്ലേ എന്ന് പറയാണ് ഗുഹനോട്. ധന്യനാകുന്നിതു നീ ഭുവനത്തിങ്കലിന്നതിനില്ലൊരു സംശയം മത്സഖേ. സോദരനോടും ജനകാത്മജയോടുമേതൊരിടത്തു നിന്നൻപോടു കണ്ടിതു രാമനെ നീ. അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്നു ചൊന്നതും യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു. ഗുഹൻ തഥാ വാട്ടമില്ലാത്തൊരു സന്തോഷചേതസാ ഭക്തൻ ഭരതനത്യുത്തമൻ തന്നെ തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിനൻ. വാട്ടമില്ലാത്തൊരു സന്തോഷചേതസാ ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നു തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിനൻ. ഒരൊറ്റ ശ്വാസത്തിൽ ഭരതൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. രാമനും സീതയും എവിടെയാണ് ഇപ്പോഴുണ്ടാവുക? ഇവിടെ വന്നപ്പോൾ എവിടെയായിരുന്നു അവർ കിടന്നിരുന്നത്? എത്ര പരിശുദ്ധമായ മണ്ണാണത് എന്നാണ് സൂചന. അങ്ങനെ തുരുതുരെ ചോദ്യങ്ങൾ ഭരതൻ ചോദിക്കുകയാണ്. ഇപ്പോഴൊരു വ്യഗ്രതയാണ്. എങ്ങനെയെങ്കിലും എൻ്റെ ജ്യേഷ്ഠനെ കണ്ടെത്തണം എന്നുള്ള വ്യഗ്രതയാണ് ഭരതൻ. ഈ ഭരതൻ എത്ര നല്ല മനുഷ്യരാണ്, ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഭൂമിയിൽ ഉണ്ടാവുമോ എന്ന് അത്ഭുതപ്പെടുകയാണ് ഭരതൻ. യത്ര സുപ്തോ നിശി രാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം. കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ട വിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ. ഹാ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധനി സുവർണതൽപസ്ഥലേ കോമളസ്നിഗ്ധധവളാംബരാസ്തൃതേ രാമേണ ശേതേ മഹാസുഖം സാ കഥം ശേതേ കുശമയവിഷ്ടരേ നിഷ്ഠുരേ. ഖേദേന സീതാമതീയാഗ്രജന്മന മദ്ദോഷകാരണാലെന്നതു ചിന്തിച്ചു വിദ്ദേഹമാശു പരിത്യജിച്ചിടുവിൻ. കിൽബിഷകാരിണിയായ കൈകേയിതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചതു കാരണം ദുഷ്കൃതിയായതി പാപിയാമെന്നെയും ധിക്കരിച്ചിടിനേൻ. പിന്നെയും പിന്നെയും ജന്മസാഫല്യവും വന്നിതനുജനു നിർമ്മലമാനസൻ ഭാഗ്യവാൻ എത്രയും. ഞാൻ എന്തൊരു മഹാപാപിയാണ്. കൈകേയിയുടെ ഗർഭത്തിൽ ജനിച്ചുപോയി എന്നതുകൊണ്ട് തന്നെ ഞാൻ പാപിയായി മാറിയിരിക്കുന്നു. എനിക്ക് വേണ്ടിയാണല്ലോ അങ്ങ് കാട്ടിലേക്ക് വരേണ്ടി വന്നത് എന്നൊക്കെ ദുഃഖത്തോടെ ഭരതൻ ഓർമ്മിക്കുകയാണ്. ഒപ്പം ആ ലക്ഷ്മണൻ എത്ര ഭാഗ്യവാനാണ്. രാമനെ അനുഗമിക്കാനും രാമനോടൊപ്പം കഴിയാനും ലക്ഷ്മണനാണല്ലോ ഭാഗ്യം സിദ്ധിച്ചത്. എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് ഭരതൻ കേഴുകയാണ്. അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കു ദാസനായ ആരൂഢ ഭക്തി പൂണ്ടേഷ ഞാനും സദാ.
നിത്യവും സേവിച്ചു കൊള്ളുവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോടെവിടെ വസതി, കൗസല്യാതനയനെവിടേക്കു വൈകിടാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടു പോരുവനെന്നതു കേട്ടു ഗുഹനുമുര ചെയ്താൻ മംഗലദേവതാവല്ലഭൻ. തങ്കലിന്നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വെച്ചഗ്രേസരൻ ഭവാൻ. നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ. ഗംഗാനദി കടന്നാലടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികടേ വസിക്കുന്നിതു സീതയാ തന്നുടെ സോദരനോടും യഥാസുഖം. ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയ സഖേ. തർത്തുമമർത്യ തടിനിയെ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യനി. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിഭുത നദിയെ കടത്തുവാൻ ഭൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുതം അഞ്ജസാകൂലദേശം നിറച്ചിടിനാൻ. 500 തോണി വരുത്തി നിരത്തിനാൻ. ഊറ്റമായോരു തുഴയുമെടുത്തതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നനോടു ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞസ്തഭിത്യ കടത്തിടിനാനാദരാൽ. ഉമ്പർത്തടിനിയെ കുമ്പിട്ടനാകുലം മുമ്പേ കടന്നിതു വമ്പടയും തഥാ ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്രഗോവൃന്ദപൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ. താനുമനുജനുമായുടജാങ്കണേ സാനന്ദമാവിശ്യ നിന്നോരനന്തരം ഉജ്ജ്വലന്തം മഹാതേജസാ താപസം വിജ്വരാത്മാനസമാസീനം വിധിസമം. ദൃഷ്ട്വാനനാമ സാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജമുനീശ്വരം ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനും. ഹൃഷ്ടവാചാ കുശലപ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തഥാ ജടാവൽക്കലധാരിണം തുഷ്ടി കലർന്നരുൾ ചെയ്താനിതെന്തെടോ കഷ്ടമിക്കൂപ്പുപന്നമല്ലൊട്ടുമേ. രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോരു നീ എന്തിനാ ഇങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസമുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ. എന്തോരു കാരണം വൻപടയോടുമാഹന്ത വനാന്തരേ വന്നതും ചൊല്ലു നീ. ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനുമിത്തം മുനിവരൻ തന്നോടു ചൊല്ലിനാൻ. ഭരദ്വാജമുനി ചോദിക്കുകയാണ്, എന്താണ് രാജാവായിരിക്കേണ്ട അങ്ങ് വൻ പടയോടുകൂടി ഈ കാട്ടിലേക്ക് വന്നതിൻ്റെ കാരണം എന്താണ്? ഈ വൽക്കലമൊക്കെ ധരിച്ച് സന്യാസ മുദ്രകളൊക്കെ അണിഞ്ഞ് വരാനുള്ള കാരണം എന്താണ്? നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളു മഹാമുനേ. എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനിസങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണേ തപോനിധേ. ഞാനേതുമേയൊന്നറിഞ്ഞീല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും. കേകയപുത്രിയാമമ്മതൻ വാക്കായ കാകോളവേഗമേ മൂലമതിനുള്ളു. ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാനതി പാദപത്മം പ്രണാമം ദയാനിധേ. ഭരതൻ പറയാണ്, ഈ പാപത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല മഹാമുനി. എൻ്റെ ജ്യേഷ്ഠൻ രാജ്യമുപേക്ഷിച്ച് കാട്ടിലേക്ക് വരുന്ന കാര്യത്തിൽ ഒരറിവും എനിക്കുണ്ടായിരുന്നില്ല. എല്ലാം
അമ്മയായ കൈകേയിയുടെ ചേഷ്ടകളാണ്. ഞാനിതിൽ ഒട്ടും കുറ്റക്കാരനല്ല, അങ്ങേക്കതറിയാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ശ്രീരാമചന്ദ്രനു ഭൃത്യനായി നൽപാദവാരിജയുഗ്മം ഭജിക്കെന്നിയേ മമ മറ്റുള്ള ഭോഗങ്ങളാലെന്തൊരു ഫലം മറ്റുമതിനൊഴിഞ്ഞില്ലൊരു കാംക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചു കൊള്ളുവൻ. എനിക്കിനി ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. എല്ലാ പാപങ്ങളും ആ കാൽക്കൽ ഇറക്കി വെച്ച് ജ്യേഷ്ഠനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കൂട്ടി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകണം. അദ്ദേഹം രാജ്യം ഭരിക്കണം, സേവകനായി അവിടെ ജീവിക്കണം. ഇതുമാത്രമാണ് എൻ്റെ ആഗ്രഹമെന്ന് ഭരതൻ ഭരദ്വാജമുനിയോട് പറയാണ്. മുനി മറുപടി പറയുന്നു: ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി, ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം. ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടും ഇല്ലൊരു സംശയം. ഊണും കഴിഞ്ഞിങ്ങുറങ്ങി പുലർകാലെ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ. എല്ലാം അരുൾ ചെയ്ത വണ്ണമെനിക്കതിൻ ഇല്ലൊരു വൈമുഖ്യമെന്നു ഭരതനും കാൽ കഴുകി സമാചമ്യ മുനീന്ദ്രനുമേകാഗ്രമാനസൻ ആയതിവിദ്രുതം. ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു കാമസുരഭിയെ തൽക്ഷണേ കാനനം. ദേവേന്ദ്രലോക സമാനനായി വന്നിതു ദേവകളായി ചമഞ്ഞൂ തരുക്കളും ദേവവനിതമാരായി ലതകളും. ഭാവന വൈഭവമെത്രയും അത്ഭുതം. ഭക്തഭക്ഷ്യാദിപേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാധനം മറ്റും ബഹുവിധം ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്ന വ്രാതനിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്ദനും. കർമ്മണാശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സമ്മോദമോടു പൂജിച്ചിതു മുമ്പിനാൽ. പശ്ചാത് സസൈന്യം ഭരതം സസോദരമിച്ഛാനുരൂപേണ പൂജിച്ചനന്തരം. തൃപ്തരായി തത്ര ഭരദ്വാജമന്ദിരേ സുപ്തരായാർ അമരാവതി സന്നിഭേ. ഉദ്ധാനവും ചെയ്തുഷസി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജപാദങ്ങൾ കൂപ്പിനാൾ. അങ്ങനെ മുനിയുടെ ആശ്രമത്തിൽ കഴിഞ്ഞ് എല്ലാ സൗഭാഗ്യങ്ങളും അവിടെ ആ സമയത്ത് സൃഷ്ടിക്കപ്പെട്ട എല്ലാ സുഖങ്ങളും അനുഭവിച്ച് പിറ്റേ ദിവസം രാമനെ കാണാൻ വേണ്ടി പുറപ്പെടുകയാണ്. ഉത്തരതീരേ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും. തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നിതത്യത്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പഫലദലപൂർണവല്ലീതരു ഷഷ്പരമണീയ കാനനമണ്ഡലേ ആമ്രകദളീബകുളപനസങ്ങളാമ്രാതകാർജുനനാഗപുന്നാഗങ്ങൾ കേരപൂഗങ്ങളും കോവിതാരങ്ങളുമേരണ്ട ചമ്പകാശോക താലങ്ങളും മാലതീജാതി പ്രമുഖലതാവലീശാലികളായ തമാലസാലങ്ങളും ഭൃംഗാദി നാനാവിഹംഗനാദങ്ങളും തുംഗമാതംഗ ഭുജംഗ പ്ലവംഗ കുരങ്കാദി നാനാമൃഗവ്രാതലീലയും ഭംഗ്യാ സമാലോക്യ ദൂരേ ഭരതനും വൃക്ഷാഗ്രസംലഗ്നവൽക്കലാലങ്കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ. ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരചസി പതിഞ്ഞു കാണായി വന്നു സീത രഘുനാഥപാദാരവിന്ദങ്ങൾ. നൂതനമായതിശോഭനം പാവനം അങ്കുശാബ്ജധ്വജ വജ്രമത്സ്യാദി കൊണ്ടങ്കിതം മംഗലമാനന്ദമഗ്നനായി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ രേണുതൻ മൗലിയിൽ കോരിയിട്ടിടിനൻ. ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുന്നം മയാകൃതം പുണ്യപൂരം പരം.
ശ്രീരാമപാദപത്മാഞ്ചിതം ഭൂതലമാരാലെനിക്കു കാൺമാനവകാശവും വന്നിതല്ലോ. മുഹുരിപ്പാദപാംസുക്കളന്വേഷണം ചെയ്തുഴലുന്നിതേറ്റവും വേദാവും ഈശനും ദേവകദംബവും വേദങ്ങളും നാരദാദിമുനികളും ഇത്തമോർത്തത്ഭുത പ്രേമസാപ്ലുപ്തനായി ആനന്ദബാഷ്പാകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമസന്നിധൗ ചെന്നു നിന്നോരു നേരത്തു കാണായിതു സുന്ദരം രാമചന്ദ്രം പരമാനന്ദമിന്ദിരം ഇന്ദ്രാദിവൃന്ദാരകവൃന്ദ വന്ദിതമിന്ദിരാമന്ദിരോരസ്ഥലം ഇന്ദ്രാവരജമിന്ദീവര ലോചനം ദുർവാദള നിഭശ്യാമളം കോമളം പൂർവജം നീലനളിനദളേക്ഷണം രാമം ജഡാമകുടം വൽക്കലാലംബരം സോമബിംബാഭ പ്രസന്നവക്ത്രാംബുജം ഉദ്യത്തരുണാരുണായുധശോഭിതം വിദ്യുത്സമാംഗിയം ജാനകിയായൊരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നോരു വിദ്യോതമാനമാത്മാനമവ്യാകുലം വക്ഷസി ശ്രീവത്സലക്ഷണമവ്യയം ലക്ഷ്മീനിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണസേവിത പാദപങ്കേരുഹം ലക്ഷ്മണലക്ഷ്യസ്വരൂപം പുരാതനം ദാക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോവിനാശനം രക്ഷാവിചിക്ഷണം ചക്ഷുശ്രവണപ്രവരപല്യംഗകം കുക്ഷിസ്ഥിതാനേകപത്മജണ്ഡം പരം കാരുണ്യപൂർണം ദശരഥനന്ദനമാരണ്യ വാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ. അങ്ങനെ എത്രയോ അന്വേഷിച്ചൊടുവിൽ ജ്യേഷ്ഠ സന്നിധിയിൽ എത്തിച്ചേർന്നപ്പോൾ ആ ഈശ്വരനിലേക്കുള്ള യാത്ര എത്ര ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കുക. അവിടേക്കുള്ള യാത്ര ഏറെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ഭക്തിയുള്ള മനസ്സോടെ നിസ്വാർത്ഥമായ മനസ്സോടെ ഈശ്വരനെ അന്വേഷിച്ചാൽ അവിടെ എത്തുക തന്നെ ചെയ്യും എന്ന് നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ തിരിച്ചറിയാം. അങ്ങനെ തൻ്റെ ഭ്രാതൃ പാദപത്മങ്ങളിലേക്ക് ഭരതൻ എത്തിച്ചേരുന്ന ഈ സന്ദർഭത്തിൽ, ഭരതൻ രാമനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ ഇന്നത്തെ പാരായണം നമുക്ക് ഉപസംഹരിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.